ചൂട് ചോറിൻ്റെ കൂടെ മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ തന്നെ അന്നത്തെ കാര്യം കുശാലായി അല്ലേ. അതിതാ ഇതുപോലെ വാഴയിലൊക്കെ പൊള്ളിച്ചെടുത്ത നല്ലൊരു കിടിലൻ ആവോലി ഫ്രൈ ആണെങ്കിലോ. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇതാണ്, ആവോലി പൊള്ളിച്ചതാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇതുപോലെ മീഡിയം സൈസിലുള്ള 2 മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ മാരിനേഷൻ ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ഇത്തിരി നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ മാരിനേഷനാണ്. ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നമുക്കിത് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു അരമണിക്കൂർ ഈ മീൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് മസാലയൊക്കെ അതിൽ പിടിച്ചിരിക്കും. ഇനി അരമണിക്കൂറിന് ശേഷം നമുക്കിതിനെ വറുത്തെടുക്കാം. മീൻ വറുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ വറുത്തിട്ട് ബാക്കിയുള്ള ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരല്പം വെളിച്ചെണ്ണ കൂടുതൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രഷ് ആയിട്ട് തന്നെ വീണ്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ അതേ മീൻ ഒരു ഭാഗം കുക്കായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് പോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം കുക്കായാൽ മതി. ഇനി നമ്മളിതിനെ പൊള്ളിച്ചും കൂടി എടുക്കാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതാ 2 മീനും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ ഒരല്പം കറിവേപ്പിലയും പിന്നെ ഒരു 10-20ഓളം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ മീൻ വറുത്ത എണ്ണയിൽ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ആ മീനിൻ്റെ ഫ്ലേവർ നന്നായിട്ട് തന്നെ ഈ മസാലയ്ക്കും കിട്ടും. ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാളയും കൂടി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊക്കെ നന്നായിട്ട് വീണ്ടും മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു ചെറിയ തക്കാളി അല്ലെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി ചേർത്താൽ മതിയാവും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ മസാല ഒരുപാട് ഡ്രൈ ആയിട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചൊരു ഗ്രേവി കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മസാല കിട്ടേണ്ടത്. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് വീണ്ടും ഇതിനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മസാല ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മീനിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാൻ വാഴയില ഓൾറെഡി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇലയിലേക്ക് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ആദ്യത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കൂടി വെച്ച് കൊടുക്കാം. വീണ്ടും അതിൻ്റെ പുറത്തേക്ക് മസാല തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു നെടുകെ കീറിയ പച്ചമുളക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് സവാളയോ തക്കാളിയോ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഈ വാഴയില നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. വാഴയിലയിൽ ചെയ്തെടുക്കുന്ന എല്ലാ റെസിപ്പികൾക്കും അതിൻ്റേതായ ഒരു പ്രത്യേക രുചി ഉണ്ടാവാറില്ലേ. അതിപ്പോൾ ഇലയടയാണെങ്കിലും മറ്റ് പലഹാരങ്ങളാണെങ്കിലും അതുമല്ല പൊതിച്ചോറാണെങ്കിലും എല്ലാം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മീൻ പൊള്ളിച്ചതും നല്ല രുചിയുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റത്തെ പൊതി റെഡിയാവുന്നുണ്ട്. ഞാൻ വാഴയുടെ നാര് തന്നെ വെച്ചിട്ട് അതിനെ കെട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു നൂല് വെച്ച് കെട്ടിയാലും മതി. ഇനി നമ്മളിത് പൊള്ളിച്ചെടുക്കുമ്പോൾ ആ ഇല അതിൽ നിന്ന് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാവശ്യമായ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ മീനും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ആദ്യം നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കാം. പിന്നെ വീണ്ടും മസാലയും ഒരു പച്ചമുളകും കറിവേപ്പിലയും അത്രയേ ഉള്ളൂ. അപ്പോൾ ഏത് മീനും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ആവോലി തന്നെ കിട്ടണമെന്നൊന്നുമില്ല. നമ്മുടെ അയില ആയാലും മത്തി ആയാലും ഒക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടിയെടുക്കാം.
അങ്ങനെ ഇത് നമ്മുടെ 2 മീനിൻ്റെ പൊതികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ പൊള്ളിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിതാ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരു അല്പം വെളിച്ചെണ്ണ തൂവി കൊടുക്കാം, ഇല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് നമ്മുടെ 2 പൊതികളും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാനുണ്ട്. 2 സൈഡും അതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 10-20 മിനിറ്റോളം എടുത്തിട്ട് ഞാനിവിടെ മീൻ പൊള്ളിച്ചത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തുള്ള അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും സ്വാദ്. അഥവാ നിങ്ങൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ഈവനിങ്ങിലേക്കൊക്കെ ആണെങ്കിൽ എടുക്കുന്ന ടൈമിൽ ഒന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ അതും അടിപൊളിയാണ്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും മീനൊക്കെ. അങ്ങനെ ഇതാ നല്ല ആവി പറക്കുന്ന ആവോലി പൊള്ളിച്ചത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാനും മറക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാലപ്പൊടികളൊന്നും ചേർക്കാതെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരു അയില പൊള്ളിച്ചതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.